2026 മെയ് 1 തൊഴിൽ ദിനത്തിൽ ഈ വർഷത്തെ JKB മേജിൻ്റെ അവാർഡ് പ്രമുഖ വസ്ത്ര ബ്രാൻഡ് എം ലോഫ്റ്റ് സ്ഥാപക ഉടമ ശ്രീ ജോയൽ ജേക്കബ് മാത്യു. സാരികൾ, മറ്റ് ഡിസൈനർ വസ്ത്രങ്ങൾ, വിവിധ തരം മെറ്റീരിയലുകൾ, ബ്രൈഡൽ കാഷ്വൽ വസ്ത്രങ്ങൾക്ക് പേരുകേട്ട ഈ സ്ഥാപനം തിരുവനന്തപുരത്തും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കുട്ടനാട്ടുകാരായ മുത്തുങ്കൽ കുടുംബം കാവാലത്തിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് വളരെ നാളുകൾക്ക് മുമ്പ് ചേക്കേറിയതാണ്. ശ്രീ ജെയിംസ് മാത്യുവിൻ്റെയും ശ്രീമതി ആനി മാത്യുവിൻ്റെയും മകനാണ് ശ്രീ ജോയൽ. ഭാര്യ ശ്രീമതി മരിയ ജോയൽ, സഹോദരി ജോവൻ, മരിയ മാത്യുവും അടങ്ങിയ കുടുംബം തന്നെയാണ് ജോയലിൻ്റെ കരുത്തും ബിസിനസ്സിൻ്റെ വളർച്ചയുടെ കടക്കവും. 250-ലേറെ തൊഴിലാളികൾ എം ലോഫ്റ്റിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഊർജവും പ്രസരിപ്പുമായി കൂടെ ശക്തനായി നിലകൊള്ളുന്നു. ശ്രീ ജോയലിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് എം ലോഫ്റ്റിനെ പരിചയപ്പെടാം. എം ലോഫ്റ്റിലൂടെ ജോയലിൻ്റെ യുവ സംരംഭകത്വവും നമുക്ക് മനസ്സിലാക്കാം. ജോയൽ എം ലോഫ്റ്റ് എന്നൊരു ഷോപ്പ് മാത്രമല്ല, ബ്രാൻഡും കൂടിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം എന്നായിരുന്നു? ഒരു 6 വർഷങ്ങൾക്ക് മുന്നെയാണ് എം ലോഫ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇന്നിപ്പം വാഴപ്പള്ളിയിലാണ് ഇപ്പം നമ്മളുള്ളത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിൽ അൽഫോൻസോ ഹോസ്പിറ്റൽ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അധികം പാർക്കിംഗ് സ്പേസും വേറൊന്നും ഇല്ലാതെ ആയിട്ട് വളരെ ചെറുതായിട്ട് ഫേബ്രിക് ആയിട്ട് ഇപ്പം തുണികൾ മീറ്റർ അനുസരിച്ച് മുറിച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമുക്ക് സാരീസ് എന്ന് പറയുന്ന സംഭവമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ സാരീസിന്റെ പേരിലാണ്. തുടക്കത്തിൽ സംരംഭകൻ എന്ന നിലയിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതിനെ തരണം ചെയ്തത് എങ്ങനെ? ശരിക്കും ബിസിനസ് എന്താണെന്ന് അറിയാൻ മേലാതെ സ്റ്റാർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ശരിക്കും എക്സ്പീരിയൻസ് ഇല്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. രണ്ടാമതൊരു ഗോഡ് ഫാദർ ഇല്ല എന്നുള്ളത്. കാരണം ഇവിടെ ചങ്ങനാശ്ശേരിയിലായാലും ബാക്കിയുള്ളിടത്തൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടായിരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഇതിൽ അപ്പൻ പോലും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, ബേസിക്കലി കാവാലങ്കാരാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന, ചങ്ങനാശ്ശേരിയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയൊരു കോൺടാക്ട് സ്ഫിയറും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ഫേസിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ സംഭവത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എം ലോഫ്റ്റിനെ വേറിട്ട് നിർത്തുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ താങ്കളുടെ എഡ്ജ് എന്താണ്? നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം സത്യസന്ധതയാണ്. ഇപ്പം നമ്മളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ ഉള്ളതുള്ള പോലെ കാര്യങ്ങൾ പറയുക. ഇപ്പം ഫേബ്രിക്കിന്റെ ക്വാളിറ്റി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്കറിയാവുന്നത് എന്നതാണോ അത് അതേപോലെ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. ഒന്നും കൂടുതലോ ഒന്നും കുറവോ ഒന്നും കൂടുതൽ എഡിറ്റിങ്ങോ കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. വേറെ ഏച്ചുകെട്ടുകളും വേറെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ എന്നാണോ, നമ്മൾ എന്താണോ, നമ്മുടെ കയ്യിലുള്ളത് എന്നാണോ അത് അതേപോലെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കസ്റ്റമറും ഐ കൺസിഡർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, എംപ്ലോ ഫാം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് ഞാൻ സാരി എടുക്കാൻ പോയാൽ എന്തെടുത്തു കൊടുക്കുമോ ആ സെയിം സാധനം തന്നെ ആയിരിക്കും ഒരാൾ എന്നോട് ചോദിക്കേണ്ട, ജോയലെ ഏതാണ് ഈ ആൾക്ക് ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അയാൾക്ക് ചേരുന്നതെന്ന് എനിക്ക് ഉറപ്പുള്ള സാധനം മാത്രമേ ഞാൻ എടുത്ത് കാണിക്കാറുള്ളൂ. ഒരു കാരണവശാലും പൈസ നോക്കിയിട്ടോ വേറെ കാര്യങ്ങളോ നോക്കിയിട്ട് ഞാൻ ചെയ്യാറില്ല. അത് എൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഞാൻ പറയും. BDS പഠനത്തിൽ നിന്നും BBAയിലേക്ക് തിരിഞ്ഞത്, ജോയലിൻ്റെ ജീവിത വഴി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഏത് നിമിഷത്തിലായിരുന്നു? ആ തീരുമാനം ഒരിക്കലെങ്കിലും ജോയലിന് റിഗ്രറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ശരിക്കും BDSന് പോയത് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയതെന്ന് ഞാൻ പറയും എല്ലാ കാലത്തും. കാരണം ആ ഒരു തോൽവി എനിക്ക് ആ BDSന്റെ സമയത്ത് അത്രയും പൈസ പോയത് കൊണ്ടിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു നോർമൽ ഒരാളെ പോലെ തന്നെ പ്രവർത്തിക്കുമായിരുന്നു. അന്ന് ആ തോൽവി ഉണ്ടായതിനകത്ത് തന്നെ ആ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന്റെ പുറത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഓവർ ടൈം ചെയ്ത് ഞാൻ ബിസിനസ് ഈ BBA പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്തു നിന്നുള്ള എക്സ്പീരിയൻസിനകത്തു നിന്നാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥാപനത്തിലേക്കുള്ള ഒരു ഇത് വന്നത് തന്നെ. ആ ഒരു BDS നിന്ന് കിട്ടിയ ആ ഒരു ഊർജ്ജമാണെന്ന് ഞാൻ എല്ലാ കാലത്തും പറയും. അതുകൊണ്ട് എല്ലാം ദൈവം നല്ലതിനായിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എല്ലാത്തിനകത്തും തമ്പുരാൻ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ടെന്ന് പണ്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഇന്നും ഓർക്കാറുള്ള കാര്യമാണ്. അത് ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. എല്ലാത്തിനകത്തും there is a reason behind it. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജോയിൻ്റെ ശൈലി വളരെ യുണീക്കാണ്. അതിനെ ബിസിനസ് ഗ്രോത്ത് എഞ്ചിനാക്കുന്ന താങ്കളുടെ മാജിക് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം 280 പേര് എനിക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് ഇതെല്ലാം. അപ്പം എനിക്ക് തന്നെത്താനെ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. തക്ക സമയത്ത് അപ്പം നാട്ടിലെത്തി. ഈ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഈ ഒരു പുതിയ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പൻ അവിചാരിതമായിട്ട് നാട്ടിലെത്തി. അപ്പൻ ഫുൾ ഓണായിട്ട് ഉണ്ട്. അമ്മ ഓൾവേസ് ഇവിടെ ഉണ്ട്. സിസ്റ്ററും ഭാര്യയും ഫുൾ ടൈം ഉണ്ട്. അപ്പം ഞങ്ങൾ ഓരോരോ ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഇടാനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇത് ഞാൻ തന്നെത്താനെ നിന്നതുകൊണ്ടിട്ടല്ല. ഇതൊരു ടീം വർക്കിൻ്റെ ഞങ്ങളുടെ ഫാമിലി മുഴുവനായിട്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നിന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കാര്യം എന്ന് ഞാൻ പറയും. ജോയിലെ, താങ്കളെ കസ്റ്റമേഴ്സ് അവരുടെ കുടുംബത്തിലെ ഒരാളെ കാണുന്നു. ആ ആത്മബന്ധം എങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു? എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രായം ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് ഇപ്പം കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം എൻ്റെ അടുത്തുള്ള പ്രായക്കാരായതുകൊണ്ടും അവരുടെ കൂടെ വരുന്ന ആൾക്കാർ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പ്രായക്കാരായതുകൊണ്ടും എനിക്കുണ്ടാവുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ മക്കളുടെ പ്രായമുള്ള ഒരാൾക്ക് വരുന്ന ഒരു ചെറിയ തെറ്റായിട്ടും അല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടിട്ടുണ്ടായതാണെന്നും വിചാരിച്ചുകൊണ്ട് അവർ പലപ്പോഴും ക്ഷമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയുന്നത് അവർ വിശ്വാസത്തിലെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രായക്കാർ ഞാൻ അധ്വാനിക്കുന്നത് കണ്ടിട്ട് അവർക്ക് അവരെ തന്നെ എന്നെ കാണാൻ പറ്റാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനൊരു ചെറുപ്പക്കാരനാണെന്നുള്ള ഒറ്റ ഫാക്ടർ കൊണ്ട് തന്നെ എനിക്ക് ഓർഡർ തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വീവേഴ്സും പുതിയ ചെറുപ്പക്കാരനാണ്, യങ് ബ്ലഡ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം എനിക്ക് വീവ് ചെയ്ത സാരീസ്, പുതിയ സാരീസ് തന്നത്. അങ്ങനെ ഒരുപാട് എൻ്റെ ഒരു പ്രായം ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രായമായിട്ട് ഇത് ചെയ്തതുകൊണ്ട് ആ ഒരു കാര്യം എനിക്കൊരു ഫേവറബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ മാക്സിമം കള്ളത്തരം പറയാതെ, എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാതെ കറക്റ്റായിട്ടുള്ളത് ജെന്യുവൻ ആയിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇത്രമേൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ആയിരുന്നില്ല. പക്ഷേ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ വിശ്വസിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇങ്ങനെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എംലോഫ്റ്റ് ഏത് തരത്തിലുള്ള ഫാഷൻ സെഗ്മെൻറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്? കസ്റ്റമർ റിട്ടൻഷനും റിപ്പീറ്റ് സെയിൽസും എങ്ങനെ ബിൽഡ് ചെയ്യുന്നു? നമുക്ക് മെയിനായിട്ടുള്ളത് വെഡ്ഡിങ് ആണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ബ്രൈഡിന് വേണ്ടതെല്ലാം സാരി, മന്ത്രകോടി, ഒരു മനസ്സമ്മതം മുതൽ എൻഗേജ്മെന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഹങ്ക, ഗൗൺ, അങ്ങനെയെല്ലാം, പിന്നെ മന്ത്രകോടി സാരി, അതുപോലെ തന്നെ ഗ്രൂമിനുള്ള ഈ പറയുന്ന എൻഗേജ്മെന്റ് ഡ്രസ്സും ബ്ലേസറും അല്ലെങ്കിൽ ഷർട്ടും ഉണ്ടാണെങ്കിൽ അത് അങ്ങനെയെല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗസ്റ്റ് അപ്പിയറൻസിന് വരെയുള്ള ഒരു 850 മുതലുള്ള സാരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ് ടു 2.5 lakhs വരെയുള്ള എല്ലാ സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ബേസിക്കലി നമ്മളൊരു കല്യാണം ഓറിയന്റഡ് ആയിട്ട് ഇപ്പം ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം ഞാനിവിടെ അവൈലബിൾ ആക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. നമ്മളുടെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആൾക്കാർ സന്തോഷത്തോടുകൂടി പൈസ മുടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മാത്രം. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സന്തോഷത്തോടുകൂടി ആയിരിക്കില്ല പൈസ മുടക്കുന്നത്. വേറെ എവിടെയാണെങ്കിലും അതൊരു സന്തോഷത്തോടുകൂടി ആയിരിക്കില്ല പൈസ തരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷവും അവരെനിക്ക് പൈസ തരുന്നതോടൊപ്പം എന്നെ അനുഗ്രഹിക്കുകയും കൂടെ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷത്തിന്റെ ഒരു പാർട്ടാവാൻ എനിക്ക് ഈ പൈസയോടൊപ്പം അവരുടെ ഒരു അനുഗ്രഹവും അവരുടെ ഒരു സന്തോഷവും എല്ലാം കൂടി കലർന്ന ഒരു പാർട്ടാണ് ഒരു വിവാഹം എന്ന ഒരു സംഭവം. അതിന്റെ സംഭവങ്ങൾ കേറ്റർ ചെയ്യുന്ന ഒരാളെന്നുള്ള വിധത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സെയിൽസ് താങ്കൾക്ക് ഒരു ആഘോഷം പോലെയാണ്. ഒരു കസ്റ്റമർ യെസ് പറയുന്ന
നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അതെന്താണ്? ശരിയാണ്, ഏറ്റവും കൂടുതൽ സെയിൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നെ എവിടെ കൊണ്ട് നിർത്തിയാലും ഞാൻ അവസാനം വന്ന് നിൽക്കുന്നത് സെയിൽസിലേക്കാണ്. കാരണം സെയിൽസ് ആൾക്കാരെ കാണുന്നതും സംസാരിക്കുന്നതും അവർക്ക് വേണ്ട ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലഹരി തരുന്ന സാധനം. അതുകൊണ്ട് തന്നെ സെയിൽസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഇപ്പൊ എനിക്കറിയാൻ മേലാത്തൊരൊറ്റ സാരി പോലും നമ്മുടെ കൗണ്ടറിൽ ഇരിപ്പില്ല. ഓരോ സാരിയും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിട്ടല്ലാത്ത ഒരു സാരി പോലും ഇവിടെ ഞാൻ ടച്ച് ചെയ്യാത്ത ഒരു സാരി ഉണ്ടാവില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ ഒരു സെയിൽസ് മാനേക്കാളും നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാരി ഞാൻ സെലക്ട് ചെയ്യുമ്പോഴും ഒരു സാരി ഞാൻ ഡിസൈൻ ചെയ്യുമ്പോഴും ഒരു സാരി എടുത്തു കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ പെങ്ങളുടെ മുഖം കാണാറുണ്ട്. കാരണം അവൾക്കാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും അങ്ങനെ തന്നെ ഓർത്തിട്ട് തന്നെയാണ് ഓരോ സംഭവവും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മാർക്കറ്റിംഗ് മാൻ അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് മാനേജർ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് പർച്ചേസ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കേറ്റർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓരോ കസ്റ്റമർ വരുമ്പോഴത്തേന് അവർക്ക് വേണ്ടത് മാത്രം എന്നുവെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കറക്റ്റ് ഏതാണെന്ന് ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്പെസിഫിക് ആയിരിക്കും. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇത് ചേരും എന്ന ഉറച്ച വിശ്വാസത്തോടെയായിരിക്കും ഞാൻ അവർക്കത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു ബാക്കിയുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറെയും മാക്സിമം കസ്റ്റമറെ കാണാനും പരിചയപ്പെടാനും അവരോട് സംവാദിക്കാനും ഒക്കെ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നമ്മുടെ സ്റ്റോറിൽ വന്നിരുന്ന ഓരോ ബ്രൈഡ്സും ഇപ്പം മാമോദീസായും അവരുടെ നാത്തൂൻ്റെ കല്യാണ സാരി എടുക്കാനും ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിട്ട്. സാധാരണഗതിക്ക് കല്യാണത്തിന്റെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യമായിട്ട് നിന്ന് പോകേണ്ടതാണ്. പക്ഷെ ഇതൊരു ബന്ധം പോലെ ആയി മാറുകയാണ്. എംപ്ലോ ഫാമിലി വൺസ് എ മെമ്പർ ഓൾവേസ് എ മെമ്പർ എന്ന് പറയുന്ന പോലെ വൺസ് എംപ്ലോ ഫാമിലിയിൽ ഒരു മെമ്പറായി മാറുന്ന ഓരോ ബ്രൈഡ്സും അവരുടെ പിന്നെയുള്ള എന്ത് ഫംഗ്ഷനും ആദ്യം എംപ്ലോഫ്റ്റ് നോക്കിയിട്ടേ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അതൊരു വലിയൊരു എന്നാ പറയുക, ഒരു കമ്മ്യൂണിറ്റി പോലെ ആയി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനേക്കാളും വലിയൊരു സന്തോഷവും അതിനേക്കാളും വലിയൊരു ലഹരിയും ഒരു 31 വയസ്സുകാരൻ എന്നുള്ള വിധത്തിൽ എനിക്ക് ഉണ്ടാവത്തില്ലല്ലോ. ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച ഈ കച്ചവട യാത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് എത്ര ബ്രാഞ്ചസായി വളർന്നു? ഇപ്പോൾ നമുക്ക് 3 സ്റ്റോറാണുള്ളത്. ഒന്ന് ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ, ഒന്ന് ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ഓപ്പോസിറ്റ്, ഒന്ന് ട്രിവാൻഡ്രത്ത്. അങ്ങനെ 3 സ്റ്റോറാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. ഒരു നല്ല തൊഴിലാളി നല്ലൊരു തൊഴിൽ ഉടമയാണ്. JKV ഇമേജിൻ്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ കൺസെപ്റ്റിൽ ജോയലിന് ഇതെങ്ങനെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നു? അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ ഇവരിൽ നിന്ന് ലഭിച്ച പിന്തുണ ജോയലിൻ്റെ ബിസിനസ് വളർച്ചയിൽ എത്രത്തോളം നിർണായകമായിരുന്നു? ശരിക്കും നമുക്ക് ഒരു കാര്യം അറിയാൻ മേലാതെ നമുക്കൊരാളെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? ഒരു കാരണവശാലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനോടും അമ്മയോടും ഭാര്യയോടും എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ആദ്യം അറിയണം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എന്നാണ്, നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ ആൾക്കാർ ഇഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വൈഫിനെയും അതുപോലെ തന്നെ പെങ്ങളെയൊക്കെ സെയിൽസിലേക്കാണ് ആദ്യം. ഞങ്ങൾ എല്ലാവരും സെയിൽസിൽ ഇപ്പം ഡ്രൈപ്പ് ചെയ്യണമെങ്കിൽ ഡ്രൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എവിടെ എന്നാ സാധനം ഇരിക്കുന്നത് നമ്മൾ അറിയണം. എങ്ങനെ കൊടുത്താൽ അത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ അറിയണം ആദ്യം. അതുപോലെ തന്നെ ഒരു നല്ല ഡിസൈനർ ആയിരിക്കണം. എന്നാലേ ഒരു കസ്റ്റമർ വരുമ്പം ചില ഡിസൈനേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഇയാള് ഈ 5-5.5 വർഷം ഞങ്ങൾ 5 വർഷം പഠിച്ചതാണ്, 6 വർഷം പഠിച്ചതാണ്. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, ആ പഠിച്ചതിനേക്കാളും നന്നായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഡിസൈനർ ഇല്ലെങ്കിലും എനിക്ക് പറ്റും എന്നുള്ളത് എൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പം അതുകൊണ്ട് അത് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഇൻട്രസ്റ്റിനകത്തും അതിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ നോക്കി ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ചേരുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും, പക്ഷേ എനിക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയത്തില്ല, പക്ഷേ അതും കൂടെ ഒക്കെ അറിയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ഒന്നും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
250-ലധികം ജീവനക്കാർ, അവയിലേറിയ പങ്കും സ്ത്രീകൾ തന്നെ. എങ്ങനെയാണ് ഇവരെ അവരിൽ ഒരാളായി, മാനേജരായി, ബോസായി മാനേജ് ചെയ്യുന്നത്? ശരിക്കും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ബോസ് എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു അധികാരമൊന്നും ഞാൻ ഒരിക്കലും എടുക്കാൻ അവകാശപ്പെടുന്ന ഒരാളല്ല. കാരണം ബോസ് ഈസ് ഓൾവേസ് ദ ജൂയിഷ് കാർപ്പൻ്റർ ആയിട്ടുള്ള മേളിയിരിക്കുന്ന തമ്പുരാൻ തന്നെയാണ്. ഇവിടുത്തെ ഒരു നല്ല മാനേജർ, ഞാനിപ്പോഴും പറയുന്ന നമ്മുടെ സ്റ്റാഫിനോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു നല്ല മാനേജർ എന്നോ ആയിരിക്കും. എന്ന് ഞാൻ നന്നായിട്ട് പണിയെടുക്കാതെ ആവുന്നോ, എന്ന് ഞാൻ നല്ല മാനേജർ അല്ലാതെ ആവുന്നോ, അന്ന് ഞാൻ പുറത്താക്കപ്പെടും. അങ്ങനെ ഒരു അത്രയും നാളും അനുഭവിക്കാനായിട്ട്, നന്നായിട്ട് പണിയെടുക്കുന്ന എന്നാണോ അന്ന് വരെ അനുഭവിക്കാനായിട്ട് പറ്റുന്ന വിധത്തിൽ നല്ല വീടും നല്ല കാറും നല്ല സംഭവങ്ങളെല്ലാം നല്ല മാനേജർക്ക് ബോസ് കൊടുക്കുമല്ലോ. അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിനൊരു ഒന്നും ഓണർഷിപ്പ് എനിക്ക് അവകാശപ്പെടാനായിട്ട് ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓണർ എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളിയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാനേജർ എന്നുള്ള വിധത്തിൽ എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് കിട്ടണത് എന്താണോ, ഞാൻ ആഗ്രഹിക്കുന്ന എന്താണോ, അത് ഞാൻ എൻ്റെ സ്റ്റാഫിന് കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരു ബിസിനസ്സുകാരൊന്നും ആയിരുന്നില്ല. എൻ്റെ അപ്പനും അമ്മയൊക്കെ, അമ്മ ഒരു നേഴ്സായിരുന്നു, അപ്പനൊരു കമ്പനി വർക്ക് ചെയ്ത ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സെന്താണ്, അവരെ ആഗ്രഹിക്കുന്ന എന്താണ്, അവർക്ക് ആവശ്യം എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലാവും വിധം അതെല്ലാം കാറ്റർ ചെയ്യാനും അതിൻ്റെ ആ വിധത്തിലെല്ലാം ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിലെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് എല്ലാവരും തന്നെ അവരിൽ ഒരാൾ, അല്ലെങ്കിൽ അവരുടെ ഒരു മോനോ അല്ലെങ്കിൽ ഒരു അനിയനോ ഒക്കെ അല്ലെങ്കിൽ ഒരു ചേട്ടനോ ഒക്കെ ആയിട്ട് എന്നെ കൺസിഡർ ചെയ്യാറുണ്ട്. അതിനകത്ത് മുഴുവൻ ആൾക്കാരെയും നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര നന്നായിട്ട് ചെയ്താലും മുഴുവൻ ആൾക്കാരെയും ഒന്നും നമുക്കൊന്നും പ്രീതിപ്പെടുത്താൻ പറ്റിയെന്ന് വരുന്നില്ല. പക്ഷെ അതിനകത്തൊരു 80 to 85% എങ്കിലും ആൾക്കാർ അങ്ങനെയാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ബിസിനസ്, കുടുംബം, സോഷ്യൽ ലൈഫ്, ഈ 3 മേഖലകൾ ജോയലിൻ്റെ തിരക്കുകൾക്കിടയിൽ എങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു? താങ്കളുടെ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന ക്രിയേറ്റിവിറ്റി, പുതുമ, അതിൻ്റെ പിന്നിലെ തോട്ട് പ്രോസസ്സ് എന്താണ്? എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഫാമിലി ലൈഫും സോഷ്യൽ ലൈഫും ബിസിനസ് ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ഇത്രയും റീച്ച് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം പണ്ടൊക്കെ ഈ എസ്തറ്റിക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ്, 6 feet ഉള്ള പെൺപിള്ളേരൊക്കെ, നല്ല ഫെയർ ലേഡീസ്, ഭയങ്കര പ്രോപ്പർ മോഡൽ ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരെ, പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മേക്കപ്പും ഒക്കെ കൊണ്ട് ചെയ്ത് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാൻ സാധാരണ ആൾക്കാരെ വെച്ച് വിത്തൗട്ട് എനി എഡിറ്റിംഗ്, വിത്തൗട്ട് എനി മേക്കപ്പ്, വിത്തൗട്ട് എനി വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വേറെ പരിപാടികളൊന്നുമില്ല, ഞാൻ എന്നാണോ അവരെന്നാണോ അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ, ഇതെല്ലാം അതേപോലെ കാണിച്ചത് കൊണ്ടിട്ടാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഇതൊക്കെ ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അത് തന്നെയാണ്. ഇപ്പൊ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അപ്പൊ അതും ബിസിനസ്സുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കാറുണ്ട്. അപ്പൊ അമ്മ പള്ളിയിൽ പോകുമ്പോഴത്തേനും കൊടുക്കുന്ന സാരി, അതുപോലത്തെ സാരി ആയിരിക്കും അമ്മയുടെ ഏകദേശം ഏജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഓഫ് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് ബിസിനസ്സുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ട് സാധാരണഗതി. അതുപോലെ തന്നെ ഫാമിലി ലൈഫിൽ എനിക്ക് ചില സംഭവങ്ങളിൽ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ പറ്റി ഞാൻ പറയാറുണ്ട്. റാദർ ദാൻ ഈ ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരി പറ്റുന്ന അബദ്ധങ്ങളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കുറച്ച് അറിവുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കാര്യത്തിനകത്തുനിന്ന് എനിക്ക് കിട്ടുന്ന ലെസൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ബാക്കി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വീഡിയോസും ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ റീച്ച് നമുക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എംലോഫ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവിയെ പറ്റി ഒരുപാട് ആലോചിച്ചു കൂട്ടി കാര്യങ്ങൾ ചെയ്യുകയും സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കുമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഓരോ സമയത്തും നമ്മളാ തോന്നിക്കുന്ന അനുസരിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടുന്നു എന്നുള്ളതല്ലാതെ
അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാനൊരു നല്ല ബിസിനസ്സുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക, ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അത് ഇതുവരെ ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് തമ്പുരാൻ അനുഗ്രഹിച്ച് സാധിച്ചിട്ടുണ്ട്. ഇനിയും അതും ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് ഭാവിയെ പറ്റിയുള്ളൂ. അതായത് ദൈവം ഒരവസരം എപ്പോഴും ചിലപ്പം വെച്ച് നിൽക്കണമെന്നില്ല. അപ്പം കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാനും ഉപകാരപ്പെടുത്താനും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കൂടുതൽ ഭാവിയെ പറ്റി വലിയ ഇനി 10 വർഷത്തിൽ ഞാൻ ഇന്നതാവും അങ്ങനെയുള്ള പ്ലാനും പദ്ധതികളും ഒന്നും എനിക്കില്ല. അനേകർക്ക് പ്രചോദനമായി വളരട്ടെ നാടെങ്ങും, അറിയട്ടെ എംലോഫ്റ്റ് എന്ന ബ്രാൻഡ് ലോകമെങ്ങും. എല്ലാവിധ ഭാവുകങ്ങളും ശ്രീ ജോയൽ മാത്യു ജേക്കബിന് JKV ഇമേജ് പ്രോഗ്രാംസ് നേരുന്നു. ഞങ്ങളിവിടെ വെഡിങ് സാരി എടുക്കാനാണ് വന്നേ. അപ്പം ഫിക്സ് ആക്കി എടുക്കണം എന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം നല്ല കളക്ഷൻ, നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫിക്സ് ആക്കി ഒരു സാരി എടുത്തു.